അശ്വിൻ എന്തോ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അശ്വിനെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ മുടിയൊക്കെ ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെ വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ വെച്ചതാണോ അതോ? അതെ സാർ, എന്റെ മുടി ആക്ച്വലി കുറച്ചുണ്ട്. അത് നിങ്ങൾ ഈ ബിഗ് ബോസിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു? അകത്തുള്ള ദിവസങ്ങളിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അല്ലാത്തപ്പോ ഇങ്ങനെ എല്ലാം വാടിക്കൊഴിഞ്ഞ് താഴേക്കും. വാടിക്കൊഴിഞ്ഞു? അതെ, വാടിക്കൊഴിഞ്ഞില്ലല്ലോ, ഇങ്ങനെ കുഴഞ്ഞു പോകും. അതെ, ഇപ്പൊ നല്ല വടി പോലെ നിൽക്കുക, വടി പോലെ നിൽക്കുന്നുണ്ട്. ഈ എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് 1 മന്ത് നിന്നു സാർ. അത് 1 മന്ത്, ഇത് 30 ദിവസമാണ് നിന്നത്. ഈ 30 ദിവസം എന്ന് വെച്ചാൽ എനിക്ക് 30 വർഷം പോലെയാണ് അതിൻ്റെ ഉള്ളിൽ തോന്നിയത്. അത് തീർച്ചയായിട്ടും അത്രയ്ക്ക് കഠിനമായിരുന്നു. തീർച്ചയായിട്ടും സാർ. കാരണം എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും ബിഗ് ബോസിൽ അതിനെക്കാട്ടി ഉപരിയാണ് നമുക്ക് തോന്നിപ്പോ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളാണല്ലേ? ഉറപ്പായിട്ടും സാർ, ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്ന അങ്ങനെയാണ്. ശരി, ഈ അശ്വിനെ കുറിച്ച് ഞാൻ കേട്ടത് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്ന് വേണ്ട കുറേ പ്രോബ്ലംസ് ആണ്. അതെ, എന്താണ് ഈ പ്രോബ്ലം? കാരണം ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 24 വയസ്സ് സാർ. ഈ 24 വയസ്സിനിടയിൽ അത്രയും കൂടുതൽ? അതെ, ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതമാണോ? എന്താണ് എന്റെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ? ചുരുക്കത്തിൽ പറഞ്ഞാൽ സാർ, നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ അച്ഛനും അമ്മയാണ്. എന്റെ ചെറുപ്പകാലത്തെ രണ്ടുപേരും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് എന്റെ 1.5 വയസ്സുള്ളപ്പോൾ മാനസിക നിലനിട്ട് എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോവുകയും 5 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ ആത്മഹത്യം ചെയ്തു. അതിനുശേഷം എന്റെ സ്വന്തം സ്ഥലം വിതുരയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാർ. അവിടെ ഒരു മലയോര ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്ര ഫാമിലി ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം എന്റെ അച്ഛമ്മയാണ് എന്നെ വളർത്തിയത്. അച്ഛമ്മ സമയത്ത് നല്ല പ്രായമുണ്ട്, അച്ഛമ്മയാണ് എന്നെ വളർത്തുന്നത്. അങ്ങനെ അച്ഛമ്മ. എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ ആക്ച്വലി +2 ആണ് സാർ പഠിച്ചത്. +2 വരെ. അതെവിടെയാണ്? +2 വിതുരയിലാണ് സാർ, വിതുരയിലാണ്. ഈ 1.5 വയസ്സില് അമ്മ പോയി. എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല. വീട്ടുകാർക്ക് അറിയാം, പക്ഷെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതെ. അപ്പൊ അതിന്റെ വിഷമത്തിൽ അച്ഛനും ആത്മഹത്യ ചെയ്തു. അതെ, അച്ഛൻ എനിക്ക് 5 വയസ്സായ സമയത്താണ് അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ആകെപ്പാടൊരു വല്ലാത്തൊരു സ്ട്രഗിളായി. കാരണം ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു ഓർമ്മകളാണ് അല്ലേ വരുന്നത്. അതിനുശേഷം അച്ഛമ്മയാണ് വളർത്തി. കാരണം അച്ഛൻ ഒരുപാട് തൊഴിലുറപ്പിനൊക്കെ പോയി കൂലിപ്പണിയൊക്കെ ചെയ്തു. അതായത് വളരെ വാർദ്ധക്യമുള്ള സമയത്താണ് അമ്മ ജോലിക്ക് പോകുന്നത്. അതും എന്നെ വളർത്തണം എന്നുള്ള രീതിയിൽ. എന്റെ അച്ഛനും അമ്മയും എല്ലാം എന്റെ അച്ഛമ്മയായിട്ടാണ് നിന്ന് വളർത്തുന്നത്. അങ്ങനെയാണ്. അച്ഛൻ ആക്ച്വലി എന്ത് ചെയ്യായിരുന്നു? അച്ഛൻ ആക്ച്വലി ഡ്രൈവറും പിന്നെ കൂലിപ്പണിയൊക്കെ തന്നെയായിരുന്നു അച്ഛന്. ആക്ച്വലി എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാതെയാണ് അച്ഛൻ കല്യാണം കഴിക്കുന്നത്. മാനസിക ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ഡിപ്രഷൻ ടൈപ്പാണ് സാർ. ഡിപ്രഷൻ. അതെ. അപ്പൊ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലെങ്കിൽ പോലും പക്ഷെ സംസാരിക്കുമ്പോൾ മനസ്സിലാകും. അന്ന് 97 കല്യാണം കഴിയുന്നത്. ആ സമയത്ത് മൊബൈൽ ഫോൺസ് ഒന്നും ഇല്ല. ഇന്ന് നമുക്ക് പോയി കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വിളിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ അന്ന് അങ്ങനെയല്ല. എന്റെ അച്ഛൻ വെച്ചാൽ ആക്ച്വലി കുറച്ച് കറുത്തിട്ടാണ്, മെലിഞ്ഞിട്ട് എന്നെ പോലെയാണ്. പക്ഷെ എന്റെ അമ്മ കുറച്ച് വെളുത്തിന്റെ അനിയത്തിയെ പോലെ, അനിയത്തിന് വരുന്നുണ്ട്. അപ്പൊ അനിയത്തിയെ പോലെ കുറച്ച് സുന്ദരിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്റെ അച്ഛന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല സുന്ദരിയ ഒരു പെണ്ണിന് എനിക്ക് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അമ്മയുടെ ഭംഗിയിൽ അച്ഛൻ വീണു. എന്നിട്ടാണ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിക്കുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞു കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മ ജോലിയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അമ്മ കുറച്ച് ഡൗൺ ആയിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുകയാണ്. അത് അമ്മയുടെ കുറ്റമല്ല ഒരിക്കലും, ഡിപ്രഷൻ ടൈപ്പ് സാർ. അതുകൊണ്ടാണ് പിന്നെ അച്ഛന്റെ ഫാമിലിയായിട്ട് ഒരു കണക്റ്റഡ് ആവാതാണ് രണ്ടും പോകുന്നത്. അങ്ങനെയാണ് പിന്നെ പഠനം. അത് കഴിഞ്ഞ് അമ്മൂമ്മ മരിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങേണ്ടി വരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്നു. ഒരുപാട് സ്ട്രഗിൾ. തീർച്ചയായിട്ടും സാർ. ലോകത്തിലെ ഏറ്റവും വലിയ വേദന വിശപ്പാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് സാർ ഞാൻ. ആക്ച്വലി പലരോടും ചോദിക്കാറുണ്ട്, ഇന്നത്തെ തലമുറയോട് ചോദിക്കാറുണ്ട്, എന്താണ് നിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന്. അവർ പറയാറുണ്ട് പ്രണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിരഹം. ഒരിക്കലും അല്ല, അത് വിശപ്പാണ് സാർ. ആക്ച്വലി ഞാൻ 4 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒരു വടയും കഴിച്ച് മാത്രം 4 ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി കളിപ്പട്ട റെയിൽവേ സ്റ്റേഷനിലാണ് സാർ 4 ദിവസം കിടന്നത്. അപ്പൊ അവർ ചോദിച്ചില്ല, ആൾക്കാർ ചോദിച്ചു. 4ാമത്തെ ദിവസമാണ് ഒരു പോലീസൊക്കെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞു വിടുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മ മനസ്സിലാക്കി. ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് മുൻപാണ്. 7 വർഷത്തിന്. അതെ. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ലോകത്തിൽ നമ്മൾ വിശന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുടെ മാനസികാവസ്ഥ എത്രത്തോളം എനിക്ക് മനസ്സിലായത്. ഒരു ജീവിതം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ബിഗ് ബോസിൽ എങ്ങനെ എത്തിപ്പെട്ടു? ബിഗ് ബോസിൽ എത്തിയത് ആക്ച്വലി എനിക്ക് 2 റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2 വേൾഡ് റെക്കോർഡാണ്. അത് കിട്ടിയ സമയത്ത് ഒരുപാട് ന്യൂസ് ചാനലിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ പിന്നെ ഞാൻ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് TV-യിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്ന അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സാണ് ഞാൻ ആദ്യമായിട്ട് ഗസ്റ്റായിട്ട് വരുന്നത്. സോ അത് ശേഷം 2-3 ചാനലിൽ പെർഫോം ചെയ്തു. അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് ഓഡിഷൻ നടക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ നിന്ന് കോൾ വരുന്നത്, ഇങ്ങനെ ഓഡിഷൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ വരുന്നു, ഓഡിഷനിൽ പങ്കെടുത്തു. കാരണം അവർക്ക് എന്റെ ജീവിതകഥ കേട്ടപ്പോൾ അവർ വിചാരിച്ചു അതിനുള്ള വളരെ ഗംഭീര പ്രകടനമായിരിക്കും. എന്താണ് അവിടെ പറഞ്ഞത്? ഈ ദുരിതം നിറഞ്ഞ ബാല്യകാലത്ത് എന്റെ ലൈഫ് സ്റ്റോറി ഞാൻ മുഴുവൻ അങ്ങ് പറഞ്ഞു സാർ. ആക്ച്വലി അവിടെ ഇരുന്ന സമയത്ത് അത് എനിക്ക് ഏറ്റവും വിഷമമായ ദിവസമാണ് സാർ. ചെന്ന് ഫസ്റ്റ് ഡേ ബിഗ് ബോസ് ചോദിക്കുകയാണ് അവരോട്,
17 പേരുണ്ടായിരുന്നു. അവിടെ വരാൻ അർഹതയില്ലാത്ത 3 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയ ഒരാൾ ഞാനായിരുന്നു. അവിടെ വരാൻ അർഹതയില്ലെന്ന്. ആക്ച്വലി ബാക്കിയുള്ള 16 പേർക്ക് എന്നെ കുറിച്ച് A to Z ഒന്നും അറിയില്ല. സോ അവര് വന്ന ദിവസമാണ് എനിക്ക് ഏറ്റവും അധികം വോട്ട് വരുന്നത്, അതും നെഗറ്റീവ് കാര്യത്തിന്. സോ അങ്ങനെ അവരെനിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കാണ് വോട്ടൊക്കെ കഴിഞ്ഞ് എനിക്കാണ് ഏറ്റവും അധികം വോട്ട് കിട്ടി. സമാധാനം. ഞാനും ബാക്കി 2 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി, കാരണം എന്നെക്കുറിച്ച് ഒന്നും അവർക്ക് അറിയില്ല. സോ അങ്ങനെയാണ് അവിടെ ഒരു വേറെ കണ്ടസ്റ്റന്റ് എന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈഫ് സ്റ്റോറി ഇവര് മുന്നേ തുറന്നടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടോട്ടലി ഡൗൺ ആയി, കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി അവർക്കൊന്നും ഇതിന്റെ 4 അംശം പോലും അനുഭവിക്കത്തുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ഈ 3 പേര്, അവിടെ വരാൻ അർഹതയില്ലാത്ത 3 പേര് തമ്മിലൊരു മത്സരം നടത്തി. ആ മത്സരത്തിൽ വിജയിച്ചു. അങ്ങനെ ഞാൻ വിജയിച്ചു. ആ വിജയിച്ച ആൾ അവിടുത്തെ ഫസ്റ്റ് ക്യാപ്റ്റനായി മാറി. സോ അങ്ങനെ ബിഗ് ബോസിലെ ആദ്യത്തെ ക്യാപ്റ്റനാണ് സാർ ഞാൻ. എന്താണ് അശ്വിന്റെ ഹോബി? എന്റെ മെയിൻ ഹോബി സാർ ട്രാവൽ ചെയ്യുക. മാജിക് ആണ് എന്റെ പ്രൊഫഷൻ ആക്ച്വലി. മാജിക്? യെസ്, ഐ ആം എ മജീഷ്യൻ. ഓ ശരി. അപ്പൊ എത്ര വയസ്സിലാണ് ഈ മജീഷ്യൻ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയത്? മാജിക് പഠിക്കുന്ന സാർ എന്റെ 7th സ്റ്റാൻഡേർഡ് 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്താണ് സാർ ഞാൻ മാജിക് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് വരുന്നത്. ആക്ച്വലി അതിന് മുന്നേ ഞാൻ പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്നു. ഡാൻസർ എന്നാണ് മാജിക്കിലേക്ക് വരുന്നത്. ഓ റൈറ്റ്. അതെ. എന്തൊക്കെയാണ് മാജിക് ഐറ്റംസ്? സാർ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ എനിക്ക് 2 റെക്കോർഡ് ഉണ്ട് സാർ. എന്റെ പേര് 2 വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ എന്നൊരു ടൈറ്റിൽ. ഓ വെരി ഗുഡ്. താങ്ക് യു സാർ. അതായത് 1 മിനിറ്റിൽ 18 മാജിക് ഇതാണ് എനിക്ക്. 1 മിനിറ്റിൽ 18 മാജിക്? അതെ അതെ സാർ. ഇപ്പൊ 1 മിനിറ്റ് എന്നാൽ അത്രയും കാണിക്കാൻ പറ്റും, പക്ഷേ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല സാർ, ഇപ്പൊ നമുക്ക് മാജിക് കാണിക്കാം. പോണ വഴിക്ക് നമ്മളൊന്ന് കളറാക്കി ഫുൾ മാജിക് കാണിച്ച് സെറ്റ് ആയിട്ട് പോകും പോകുന്നതിന് മുമ്പ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും കണ്ണും കാതും എല്ലാം ഓർത്തിരിക്കുക. കാരണം ഇത് TV ആയതുകൊണ്ട് മാജിക്കിന് അങ്ങനെ വലിയ കള്ളത്തരവൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, അശ്വിൻ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ മാജിക് അവതരിപ്പിക്കുന്നത്. ഓക്കെ.